അടുത്ത സെഷൻ അനലിറ്റിക്കൽ ഓപ്പറേഷനെ കുറിച്ചിട്ടുള്ളതാണ്. ബി ഷെയ്ക്കലിൻ്റെ ചാർട്ട് പ്രകാരം രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടാണ് അനലിറ്റിക്കൽ ഓപ്പറേഷൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അനലിറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിസോഴ്സ് കിട്ടിയാൽ അതിനെ എന്തൊക്കെ അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ നമ്മളുടെ തീസിസിന് ആവശ്യമായ ഡാറ്റാസാക്കി മാറ്റുന്നത് എന്നുള്ള ഒരു സ്റ്റെപ്പാണ് അനലിറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ അനലിറ്റിക്കൽ ഓപ്പറേഷനിൽ രണ്ട് വിഭാഗങ്ങളാണ് ഉള്ളത്. അതായത് അനലിറ്റിക്കൽ ഓപ്പറേഷനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഇൻറ്റേർണൽ ക്രിറ്റിസിസം, ഒന്ന് എക്സ്റ്റേണൽ ക്രിറ്റിസിസം. അതിൽ എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു ബുക്ക് കിട്ടിയാൽ അതിനെ ഒരു പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതും, ഇൻറ്റേർണൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റ് വായിച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അതിൻ്റെ അകത്ത് എന്തൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നമ്മളെ ഒരു തീസിസിന് കണക്കായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊരു കാഴ്ചപ്പാടിന് കണക്കായിട്ടുള്ള ഡാറ്റാസ് അതിൻ്റെ അകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ഇൻറ്റേർണൽ ക്രിറ്റിസിസത്തിലും. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി വായിക്കാം. ഇതിൽ രണ്ട് വിഭാഗങ്ങളാണുള്ളത്, ഇൻറ്റേർണൽ ക്രിറ്റിസിസം, എക്സ്റ്റേണൽ ക്രിറ്റിസിസം. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്നത് തന്നിട്ടുള്ള വിവരങ്ങൾ ഫാക്ച്വൽ ആണോ, കൃത്യമായിട്ടുള്ളതാണോ, ഫേക്ക് അല്ലാത്തതാണോ എന്നൊക്കെ തെളിയിക്കുക എന്നതാണ്. ഇതിനാലാണ് അനലിറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിലാദ്യത്തേത് എക്സ്റ്റേണൽ ക്രിറ്റിസിസം. ഹ്യൂറിസ്റ്റിക്സ് എന്നും ഇത് അറിയപ്പെടുന്നു. എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിന് വേറൊരു ടേമിൽ അറിയപ്പെടുന്നതാണ് ഹ്യൂറിസ്റ്റിക്സ്. അതുപോലെ തന്നെ ലോവർ ക്രിറ്റിസിസം, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. ഇതിനിടയിൽ അത് പറഞ്ഞു പോകുന്നുണ്ട് പല ടേമുകളും. ഹ്യൂറിസ്റ്റിക്സ് എന്നും ഇത് അറിയപ്പെടുന്നു. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഔട്ടർ സൈഡിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുക. ചില തിയററ്റീഷ്യൻ്റെ ഐഡിയ പ്രകാരം ഷെയ്ക്കലിനെ പോലെ 4 സ്റ്റെപ്പൊന്നും ഇല്ലെങ്കിലും ഹ്യൂറിസ്റ്റിക്സ് ആൻഡ് ഹെർമന്യൂട്ടിക്സ് അഥവാ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം മാത്രം വെച്ചിട്ട് നമുക്ക് റിസർച്ചിനേക്കുള്ള ടോപ്പിക്കുകൾ അനലൈസ് ചെയ്തെടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ഐഡിയാസിൻ്റെ ഇടയിലും നമ്മൾ ഈ വാക്കുകൾ കേൾക്കും. അതിന് അത്രേ അർത്ഥമുള്ളൂ. എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്നുള്ളതിന് ആണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഡാറ്റയെ വിശകലനം ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഫാക്റ്റിനെ തിരിച്ചറിയുന്ന രീതിയാണ്. അതായത് നമുക്ക് കണ്ടെത്തേണ്ട ഒരു ബുക്ക് കിട്ടി, ആ ബുക്കിൻ്റെ ഓതർ, അതിൻ്റെ ടൈം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ക്രിപ്ഷൻ കിട്ടി, അത് ഏത് കാലഘട്ടത്തിലുള്ളതാണ്, അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡാറ്റാസ് വെച്ചിട്ട് അത് നമുക്ക് അല്ലെങ്കിൽ നമ്മളുടെ സിലബസിന് അല്ലെങ്കിൽ നമ്മളെ തിയറിക്ക് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന തീസിസിന് എന്ത് പേർപ്പസിലാണോ നമ്മളതിനെ നോക്കിക്കാണുന്നത് ആ പേർപ്പസിന് ആവശ്യമായ ഡാറ്റ കൃത്യമായിട്ട് തന്നെയാണോ അതിലുള്ളത് എന്ന് കണ്ടുപിടിക്കാം. കണ്ടെത്താൻ വേണ്ടി പ്രചോദിപ്പിക്കുന്ന ഓർ പുതിയ വിവരങ്ങൾ കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്ന എന്നതാണ് ഹ്യൂറിസ്റ്റിക്സിൻ്റെ അർത്ഥം. ഹ്യൂറിസ്റ്റിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പുതിയ വിവരങ്ങൾ നമുക്ക് കണ്ടെത്താൻ സഹായിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ന്യൂ ഐഡിയാസ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ഉപയോഗിക്കുന്നത്. ലോവർ ക്രിറ്റിസിസം എന്നും ഇതറിയപ്പെടുന്നു. കിട്ടിയ ഡാറ്റ കൃത്യമാണോ എന്ന് അറിയാൻ സഹായിക്കുന്ന, സത്യസന്ധതയുള്ളതാണോ എന്നും ഓതൻറ്റിക് ആണോ എന്നും കണ്ടെത്തുന്ന പ്രക്രിയയാണ് ഇത്. ലോവർ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ക്രിറ്റിസിസം, നമ്മളതിനെ വിശകലനം ചെയ്യാണ്. ഓഫ് കോഴ്സ് ക്രിറ്റിസിസം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു പുസ്തകം കിട്ടിയാൽ, അതല്ലെങ്കിൽ ഒരു റെക്കോർഡ് കിട്ടിയാൽ, അതല്ലെങ്കിൽ ഒരു ന്യൂമിസ്മാറ്റിക്സിനുള്ള ഒരു കുറച്ച് കോയിൻസ് കിട്ടിയാൽ അതിൻ്റെ പുറത്തുള്ള പ്രത്യക്ഷത്തിലുള്ള ഡാറ്റാസ് നോക്കിയിട്ട് ഇത് നമുക്ക് ഉപയോഗപ്പെടുന്നതാണോ അല്ലെങ്കിൽ ഓതൻറ്റിക് ആണോ, അതിൻ്റെ എഴുതിയ സമയവും എഴുതിയ ആളുടെ പേരും എഴുതിയ ആളുടെ ഐഡിയാസും ഒക്കെ ബയാസ്ഡ് അല്ലാത്തതാണോ, ജെനുവിൻ ആണോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒരു ഡോക്യുമെൻ്റ് നൽകി വരുന്ന മാൽ പ്രാക്ടീസസ്, ഫോൾട്ട്സ് എന്നിവ കണ്ടുപിടിക്കുന്ന രീതിയാണിത്. ഫോർജറി, ഗാർബ്ലഡ് ഡോക്യുമെൻ്റ് ആൻഡ് പേർഷ്യൽ ടെക്സ്റ്റ്, ഗോസ്റ്റ് റൈറ്റിംഗ്, പ്ലാജറിസം, ഇൻ്റർപൊളേഷൻ എന്നിവ പരിശോധിക്കുന്നു. അതായത് നമ്മൾ റിസർച്ച് എത്തിക്സിൽ നമ്മളെ റിസർച്ചിലേക്ക് മറ്റൊരാളുടെ അടുത്ത് നിന്ന് ഒരു ഫേക്ക് ഐഡിയ വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഫേക്ക് ഐഡിയാസ് വേറൊരു ഡോക്യുമെൻ്റിൽ നിന്ന് അറിയാണ്ട് നമ്മളുടെ ഡോക്യുമെൻറ്റിലേക്ക് കോപ്പി ആയി പോകുന്നത് ഒഴിവാക്കാനും കൂടിയാണ് നമ്മൾ ഈ എക്സ്റ്റേണൽ ക്രിറ്റിസിസം ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഫോർജറീസോ മറ്റു കാര്യങ്ങളോ ഉള്ളൊരു ബുക്കാണ് എങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് അത്തരം ഫോർജറീസും കാര്യങ്ങളും എല്ലാം ഒഴിവാക്കിയിട്ട് കറക്റ്റ് ഫാക്റ്റ് മാത്രം നമ്മളെ റിസർച്ചിലേക്ക് എടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നൊരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു അനാലിസിസ് മെത്തേഡാണ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഈ റിസർച്ച് എത്തിക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് സെപ്പറേറ്റ് നോക്കുകയാണ് നെക്സ്റ്റ് സെഷനിൽ വേണ്ടത്. അപ്പോൾ അത് അടുത്ത സെഷനിൽ നമുക്ക് നോക്കാം.